നമസ്കാരം. നമുക്ക് ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ നോക്കാം. നമുക്ക് ആദ്യം ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ നോക്കാം. റെയിൻ, ഡ്രിസിൽ, സ്നോ, ഗ്ലേസ്, സ്ലീറ്റ്, ഹെയിൽ. റെയിൻ ഡ്രോപ്പ് സൈസ് വേരി ചെയ്യുന്നത് 0.5 mm to 6 mm വരെയാണ്. 0.5 mm കുറവാണ് റെയിൻ ഡ്രോപ്പ് സൈസ് എങ്കിൽ ചാറ്റൽ മഴ അല്ലെങ്കിൽ ഡ്രിസിൽ എന്നാണ് നമ്മൾ വിളിച്ചത്. ഡ്രിസിലിന്റെ ഇന്റൻസിറ്റി 1 mm/hour കുറവായിരിക്കും. 2.5 mm അതിൽ കുറവോ ആണെങ്കിൽ നമ്മൾ അതിനെ ലൈറ്റ് റെയിൻ എന്ന് വിളിക്കും. 2.5 mm to 7.5 mm/hour ആണെങ്കിൽ അത് മോഡറേറ്റ് റെയിൻ ആണ്. ഗ്രേറ്റർ ദാൻ 7.5 mm/hour ആണെങ്കിൽ അത് ഹെവി റെയിൻ ആണ്. സോളിഡ് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ് സ്നോ. സ്നോയുടെ ഡെൻസിറ്റി വേരി ചെയ്യുന്നത് 0.06 to 0.15 kg/m3 ആണ്. ഗ്ലേസും സ്ലീറ്റും ഫ്രോസൺ ഫോം ഓഫ് റെയിൻഫാൾ ആണ്. ഈ റെയിൻഫാൾ ഒക്കെ ചെയ്തിട്ട് ഗ്രൗണ്ടിൽ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ ആണ് പ്രിവെയിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ചിട്ട് ഈ റെയിൻ ഡ്രോപ്പ് ഫ്രീസ് ആയി പോകും. അതാണ് ഗ്ലേസ്. അപ്പം ഗ്രൗണ്ടിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ ഫ്രീസ് ആവുന്നുണ്ടെങ്കിൽ അതാണ് സ്ലീറ്റ്. ഹെയിൽ എന്ന് പറഞ്ഞാൽ ആലിപ്പഴമാണ്. ആലിപ്പഴത്തിന്റെ സൈസ് 8 mm അതിൽ കൂടുതലോ ആയിരിക്കും. ഹെയിലിംഗ് ഉണ്ടാവുമ്പം, അതായത് ആലിപ്പഴം വീഴുന്ന പ്രസിപ്പിറ്റേഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ തണ്ടർ സ്റ്റോമിനുള്ള സാധ്യതയും കൂടി ഉണ്ട്. മേജർ ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ ടൈപ്സ് ഇതൊക്കെയാണ്: കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ, ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ, ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ. ആ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷന്റെ ഒരു കാറ്റഗറിയാണ് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ. എവിടെയാണോ സോളാർ റേഡിയേഷൻ ഉണ്ടാവുന്നത്, അത് വാട്ടർ ബോഡി ആയിക്കോട്ടെ ലാൻഡ് മാസ് ആയിക്കോട്ടെ, അവിടെ എയർ ഹീറ്റപ്പ് ആവും. അപ്പോൾ ആ വാം എയർ സറൗണ്ടിങ് എയറിനെ കൂടി ഹീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് അസെൻഡ് ചെയ്യും. നമ്മൾ ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഫാൾസ്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വാം എയർ പോകെ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയും ലൂസസ് ഹീറ്റ് ആൻഡ് ഫോം ക്ലൗഡ്സ്. ഈ ക്ലൗഡ്സ് കണ്ടൻസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേഷൻ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ഷനും നമുക്കറിയാം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മെറ്റാലിക് റോഡ് ചൂടാക്കിയിട്ട് ഒരറ്റം ചൂടാക്കിയിട്ട് മറ്റേ അറ്റത്ത് തൊട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ മെറ്റലിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് അപ്പുറത്തെ സൈഡിൽ എനിക്ക് ചൂട് അനുഭവപ്പെടും. കൺവെക്ഷൻ എന്ന് പറയുമ്പം, ഇപ്പം ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ മെഴുകുതിരിയുടെ മേലെ ഞാൻ കൈവെക്കുമ്പോൾ എനിക്ക് ഹീറ്റ് അനുഭവപ്പെടും. കാരണം എന്താണ്? അവിടുത്തെ ഹീറ്റ് എയർ ഹീറ്റപ്പ് ആയിട്ട് മുകളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് ഹീറ്റ് എത്തുന്നത്. അല്ലാണ്ട് ഞാൻ മെഴുകുതിരിയെ ഫിസിക്കലി തൊടുന്നില്ല, അല്ലെങ്കിൽ ആ ഫ്ലെയിമിൽ തൊടുന്നില്ല. ഈ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഈ ഫെനോമെനാണ് ഇവിടെയും നടക്കുന്നത്. എന്ന് വെച്ചാൽ എവിടെയാണോ ഹീറ്റപ്പ് ആവുന്നത് അവിടുത്തെ സറൗണ്ടിങ് എയറിനെ കൂടെ ഹീറ്റപ്പ് ആക്കിയിട്ടാണ് ഈ എയർ മാസ് മുകളിലേക്ക് അസെൻഡ് ചെയ്യുകയും ക്ലൗഡ് ഫോം ചെയ്യുകയും സബ്സിക്വൻ്റ്ലി പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി ഇത് എവിടെയാണ് നടക്കാൻ സാധ്യത കൂടുതലും നമുക്ക് നോക്കാം. ഇക്വറ്റോറിയൽ റീജിയനിലാണ് 365 ഡേയ്സിലും നമുക്ക് ഹോൾ ത്രൂ ഔട്ട് ദ ഇയർ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ. അപ്പം ട്രോപ്പിക്കൽ ഏരിയയിൽ, അതായത് ഇക്വറ്റോറിയൽ ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സദേൺ ഹെമിസ്ഫിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ലാൻഡ് മാസ് ഉള്ളത്. അപ്പം ലാൻഡാണ് പെട്ടെന്ന് ഹീറ്റപ്പ് ആവുകയും പെട്ടെന്ന് കൂളാവുകയും ചെയ്യുന്നത്. പെട്ടെന്ന് ഹീറ്റപ്പ് ആവുന്നതുകൊണ്ട് തന്നെ കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷനുള്ള സാധ്യത കൂടുതൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. പിന്നെ ഇത് നടക്കുന്നത് ഏത് സീസണിലായിരിക്കും? സമ്മർ സീസണിലായിരിക്കും. അപ്പോഴാണ് കൂടുതൽ നമുക്ക് സോളാർ എനർജി ഹീറ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ്റെ മെയിൻ പെക്യുലാരിറ്റീസ് നമുക്ക് നോക്കാം. അവിടെ ഒരു കൺവെക്റ്റീവ് സെൽ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്ന ഏരിയയിലാണ് കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ നമുക്ക് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ഫെനോമിനൻ അവിടെ ഉണ്ടാവണം. ഒരു ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയൽ എക്സ്റ്റെൻറ്റ് വളരെ കുറവായിരിക്കും. 10 kilometers ഒക്കെയാണ് മാക്സിമം ഉണ്ടാവാറ്. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ, ഒരു മഴ പെയ്യുന്ന സ്ഥലത്ത് നിന്ന് ബസ് കയറി ഒരു 2 സ്റ്റോപ്പൊക്കെ കഴിയുമ്പം ചിലപ്പോൾ അവിടെ മഴ ഉണ്ടാവില്ല. ആ ഒരു ടൈപ്പ് മഴയാണ് ഈ കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ വഴി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അവിടെ ചെറിയ തണ്ടർ സ്റ്റോമും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ വഴി സാധ്യതയുണ്ട്. അതുപോലെ ഇത് സമ്മർ സീസണിലാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ വേനൽ മഴ എന്നൊക്കെ വിളിക്കുന്നത് ഈ ടൈപ്പ് പ്രസിപ്പിറ്റേഷനെയാണ്. അത് ഇക്വറ്റോറിയൽ റീജിയനിലാണ് ഉണ്ടാവുകയെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ലാൻഡ് മാസ് കൂടുതലുള്ളതായതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായിട്ട് കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസ്. നെക്സ്റ്റ് വി വിൽ സീ അബൌട്ട് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ.
അപ്പോൾ ഓറോഗ്രാഫിക് precipitation occur ചെയ്യണമെങ്കിൽ അവിടെ ഒരു മൗണ്ടൻ ഓർ ഹിൽ ഉണ്ടാവണം. നമുക്കറിയാം ലാൻഡ് ഏരിയയും വാട്ടർ ബോഡിയും ഒരുപോലെ ഹീറ്റപ്പ് ആവും. അപ്പോൾ കൂടുതൽ ഇവാപ്പറേഷൻ ഉണ്ടാവുക വാട്ടർ ബോഡിയിലാണ്, കാരണം അവിടെയാണ് കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളത്. അങ്ങനെ വാട്ടർ കണ്ടന്റോട് കൂടി ഇത് ഹീറ്റപ്പായി അസെൻഡ് ചെയ്യുകയും ബ്ലോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ വേർട്ടിക്കലി അപ്പ് ആയിട്ടല്ല ഇത് മൂവ് ചെയ്യുക, നമ്മുടെ വിൻഡ് ഗ്ലോബൽ വിൻഡ്സ് പ്രിവെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് ഇത് ലാൻഡ് ഏരിയയിലേക്ക് പാസ് ചെയ്യുകയും അവിടെ ഒരു മൗണ്ടൻ ബാരിയർ ഉണ്ടെങ്കിൽ അവിടുന്ന് മേലോട്ടേക്ക് അസെൻഡ് ചെയ്യുകയും അവിടെ ക്ലൗഡ് ഫോം ചെയ്യുകയും സബ്സിക്വൻ്റ്ലി റെയിൻഫാൾ ഒക്കർ ചെയ്യുകയും ചെയ്യും. അപ്പം ഈ മൗണ്ടൻ്റെ വിൻഡ്വാർഡ് സൈഡാണിത്, ലീവാർഡ് സൈഡാണിത്. വിൻഡ്വാർഡ് സൈഡിലാണ് precipitation ഒക്കർ ചെയ്യുക. അപ്പം ഈ എയറിന്ന് ഈ വാട്ടർ കണ്ടന്റ് എല്ലാം പോയി ഡ്രൈ ആയിട്ടുള്ള എയറാണ് ലീവാർഡ് സൈഡിലേക്ക് പാസ് ചെയ്യുക. ഇതാണ് ഒരു ടിപ്പിക്കൽ ഓറോഗ്രാഫിക് precipitation മെക്കാനിസം. മൗണ്ടൻ ഫോർമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറോജനിക് പ്രോസസ്. നമ്മുടെ ഓറോഗ്രാഫിക് precipitation എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓറോഗ്രാഫിക് precipitation ഒക്കർ ചെയ്യണമെങ്കിൽ വേണ്ട കീ ഫാക്ടറാണ് മൗണ്ടൻ ഓർ ഹിൽ. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഓറോഗ്രാഫിക് precipitation വഴി മഴ ലഭിക്കുന്നുണ്ട്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് അറേബ്യൻ സീയിൽ കൂടെ പാസ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ടച്ച് ചെയ്യുമ്പം ഇവിടെ വെസ്റ്റേൺ ഗാട്ട്സിൽ വെച്ചിട്ട് സഹ്യപർവ്വതത്തിൽ വെച്ചിട്ട് ഈ വിൻഡ് ബ്ലോക്ക് ആവുകയും അതിൻ്റെ വിൻവാർഡ് സൈഡായ കേരളത്തിൽ ഒരുപാട് മഴ കിട്ടുകയും ലീവാർഡ് സൈഡായ തമിഴ്നാട്ടിൽ ഡ്രൈ വിൻഡ് വീശുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഓറോഗ്രാഫിക് precipitation എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ ഹിമാലയൻ റീജിയനിൽ, ഹിമാലയമാണ് മൗണ്ടൻ, അവിടെയും നമുക്ക് ഓറോഗ്രാഫിക് precipitation ഒബ്സർവ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു റിലീഫ് ഫാക്ടർ മൗണ്ടൻ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നടക്കുന്ന precipitation ആയതുകൊണ്ട് നമ്മൾ അതിനെ റിലീഫ് റെയിൻ എന്നും കൂടി ഓറോഗ്രാഫിക് precipitation വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് cyclonic precipitation. Cyclonic precipitation is caused by cyclonic activity. എന്താണ് ഒരു സൈക്ലോൺ? ഒരു റീജിയനിൽ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ആയി എന്ന് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റഡ് ആയി. അപ്പോൾ അതിനകത്ത് സറൗണ്ട് ചെയ്തിട്ട് ഒരുപാട് റീജിയൻസിൽ ഹൈ പ്രഷർ ഏരിയ ഉണ്ട്. ഇവിടെയെല്ലാം ഹൈ പ്രഷർ ഏരിയ ആണ്. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് വിൻഡ് ബ്ലോ ചെയ്യുക. അപ്പോൾ ഈ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് വിൻഡ് ഇങ്ങനെ ബ്ലോ ചെയ്ത് വന്ന് ഈ ലോ പ്രഷർ ഏരിയനെ ഓക്യുപ്പൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അവസാനം ഇതൊരു റൊട്ടേഷണൽ ലാർജ് സ്കെയിൽ ഓഫ് എയർ മാസ് ദാറ്റ് റൊട്ടേറ്റ്സ് അറൗണ്ട് എ ലോ പ്രഷർ റീജിയൻ. അതാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. ഇനി സൈക്ലോണിക് precipitation ഒക്കർ ചെയ്യുന്നത് ഫ്രണ്ടൽ മെക്കാനിസം വഴിയാണ്. എന്താണ് ഒരു ഫ്രണ്ട്? ദ റീജിയൻ വേർ വാം എയർ ആൻഡ് കോൾഡ് എയർ മീറ്റ് ഇസ് കോൾഡ് എ ഫ്രണ്ട്. ഒരു റീജിയനിൽ കോൾഡ് എയറും വാം എയറും മീറ്റപ്പ് ആയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബൗണ്ടറീനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പോർഷനാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഫ്രണ്ട് ഉണ്ട്, കോൾഡ് ഫ്രണ്ടും ഉണ്ട്, വാം ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോൾഡ് ഫ്രണ്ടും വാം ഫ്രണ്ടും മീറ്റപ്പ് ആവുമ്പോൾ അവിടെ ഈ വാം ഫ്രണ്ട് കോൾഡ് ഫ്രണ്ടിൻ്റെ മുകളിലേക്ക് റൈസ് അപ്പ് ആവുകയാണ് ചെയ്യുക. ആൻഡ് ദ കോൾഡ് ഫ്രണ്ട് വിൽ സിങ്ക്. സോ ദ വാം ഫ്രണ്ട് എയർ റൈസസ് ആൻഡ് ദ കോൾഡ് ഫ്രണ്ട് എയർ സിങ്സ്. ഈ വാം ഫ്രണ്ട് എയർ മുകളിലേക്ക് റൈസ് അപ്പ് ആയിട്ട് അവിടെ ടെമ്പറേച്ചർ അതിന് ലൂസ് ചെയ്യും, ഹീറ്റ് എനർജി ലൂസ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ക്ലൗഡ് ഫോം ചെയ്ത് പിന്നെ പ്രസിപ്പിറ്റേഷനായിട്ട് സബ്സിക്വൻ്റ്ലി പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഫെനോമെണനാണ് ഫ്രണ്ടൽ precipitation. So the cyclonic precipitation occurs when two air masses of different temperature meet. അതായത് warm air and cool air do not mix. Warm air and cool air do not mix എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ മണ്ണെണ്ണയും വെള്ളവും തമ്മിൽ മിക്സപ്പ് ആവില്ല. കാരണം എന്താണ്? മണ്ണെണ്ണയുടെയും വെള്ളത്തിൻ്റെയും ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. എന്ന പോലെ തന്നെ ഇവിടെ വാം എയറിൻ്റെ ഡെൻസിറ്റി ലൈറ്റർ ആണ് കമ്പയർഡ് ടു കോൾഡ് എയർ. ഇത് കുറച്ചും കൂടി ഡെൻസർ ആണ്. അത് കാരണം മിക്സപ്പ് ആവാതെ ഒന്ന് മറ്റൊന്നിൻ്റെ മേലെ ഓക്യുപ്പൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ഡെൻസിറ്റി ഉള്ളത് മുകളിൽ ആണ് ഓക്യുപ്പൈ ചെയ്യുക. ആ ഫെനോമിനൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. So whenever a warm front and cold front collide each other, the warm front rises up, cools and condenses and subsequently form the precipitation.
ഇനി സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രഷർ റീജിയൻ സറൗണ്ടഡ് ബൈ ആൻ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറഞ്ഞല്ലേ. ഈ ലോ പ്രഷർ റീജിയൻ്റെ തന്നെ ഏരിയൽ എക്സ്റ്റെൻറ്റ് ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സോളം വരും. ഒരു ലാർജ് ഏരിയൽ എക്സ്റ്റെൻറ്റ് ആണ്. ഈ ടോട്ടൽ സൈക്ലോണിൻ്റെ എക്സ്റ്റെൻറ്റ് ഏകദേശം 100 to 200 കിലോമീറ്റേഴ്സ് വരെ ഉണ്ടാവാറുണ്ട്. ഇത് സാധാരണ സീയിലൊക്കെയാണ്, കടലുകളിലാണ് ഫോം ചെയ്യാറ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫോം ചെയ്യുന്ന സൈക്ലോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരിക്കും. അത് സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കും സൈക്ലോൺ ഫോം ചെയ്യുന്നത്. സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ വെരി ലാർജ് ഹെവി റെയിൻഫാൾ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു വലിയ ഏരിയയിൽ തന്നെ അത്രയും മഴ ഒരുപാട് നാളത്തേക്ക് പെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരുപാട് ഏരിയയിൽ, ഇപ്പോൾ കേരളം മുഴുവൻ നിന്ന് മഴ പെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് മുംബൈയിലും കേരളത്തിലും കർണാടകയിലും ഒക്കെ ഫുള്ളായിട്ട് മഴ പെയ്യുക, അല്ലെങ്കിൽ അപ്പുറത്ത് ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തുള്ള കോസ്റ്റൽ ഏരിയ വരുന്നത് തമിഴ്നാട് ഒറീസ റീജിയൻസിൽ ഫുള്ള് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വലിയ മഴകൾ, ആ മഴകൾ കോസ് ചെയ്യുന്നത് ഈ സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ വഴിയായിരിക്കും. ഹെവി ഡാമേജും ഉണ്ടാവാറുണ്ട് ടു ദ ലൈഫ് ആസ് വെൽ ആസ് ഫോർ ദി പ്രോപ്പർട്ടി. ഇതുവരെ നമ്മൾ 3 പ്രസിപ്പിറ്റേഷൻ മെക്കാനിസംസ് കണ്ടു. കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ, ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ ആൻഡ് ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പ്രിഡോമിനൻ്റ് ആയ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ പെക്യുലാരിറ്റീസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ പ്രിൻസിപ്പൽ റെയിനി സീസണാണ് ഈ മൺസൂൺ സീസൺ. മൺസൂൺ സീസൺ ഒക്കർ ചെയ്യുന്നത് ശരിക്കും ജൂൺ ടു സെപ്റ്റംബർ മന്തിലാണ്. നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെയാണ് ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് അല്ലേ. ഈ മൺസൂൺ വിൻസ് വരുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഇവിടെ ഇന്ത്യ ആണെങ്കിൽ ഈ സൈഡിൽ നിന്നാണ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് വരുന്നത്. അപ്പോൾ ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഈ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിച്ചത്. ഇന്ത്യയുടെ ആനുവൽ റെയിൻഫാളിൻ്റെ 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വഴിയാണ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് അറേബ്യൻ സീ വഴിയും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ വഴിയുമാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് കടക്കുന്നത്. ഇന്ത്യയുടെ ആനുവൽ ആവറേജ് പ്രസിപ്പിറ്റേഷൻ ആണ് 117 സെൻറ്റിമീറ്റർ, 117 സെൻറ്റിമീറ്റർ. പക്ഷേ ഇന്ത്യയിൽ 10 സെൻറ്റിമീറ്റർ മാത്രം ആനുവൽ ആവറേജ് കിട്ടുന്ന സ്ഥലമുണ്ട്, 1100 സെൻറ്റിമീറ്റേഴ്സോളം മഴയും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയും ഉണ്ട്, അതായത് ഡെസേർട്ടും ഉണ്ട്, രാജസ്ഥാൻ ഡെസേർട്ട് സ്ഥലമുണ്ട്, വളരെ ഹൈ ആയിട്ട് മഴ കിട്ടുന്ന സ്ഥലമുണ്ട്, നമ്മുടെ ചിറാപുഞ്ചി, ലക്കിടി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം. അതുപോലെ അപ്പം നമ്മളെ 90% ഓഫ് റെയിൻഫാളും കോസ് ചെയ്യുന്നത് ഒരു ഫ്യൂ ഹെവി റെയിൻഫാൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ ടൈമിൽ വളരെ ഹെവി ആയിട്ട് പെയ്യുന്ന മഴ കൊണ്ടാണ് നമുക്ക് 90% ഈ ആനുവൽ ആവറേജിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മഴ കിട്ടുന്നത്. ഇനി 50% ഓഫ് റെയിൻഫാളും ഒക്കെ ചെയ്യുന്നത് ലെസ് ദാൻ 15 ഡേയ്സിലും ലെസ് ദാൻ 100 ഹവേഴ്സിൻ്റെ ഉള്ളിലുമാണ്. ബാക്കി അപ്പം ഈ 365 ദിവസത്തിൽ 15 ദിവസം പോയി കഴിഞ്ഞാൽ ബാക്കി 350 ദിവസങ്ങളാണുള്ളത്. ഈ 350 ദിവസങ്ങൾ കൊണ്ടാണ് ബാക്കി 50% റെയിൻഫാൾ ഉണ്ടാകുന്നത്. ഒരു 50% 15 ഡേയ്സിലും മറ്റ് 50% 350 ഡേയ്സിലുമാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൺട്രിയിലെ നോട്ടബിൾ സീസൺസ് ഇതൊക്കെയാണ്. ജൂൺ ടു സെപ്റ്റംബർ ആണ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞു. അപ്പം മൺസൂൺ സീസൺ ആണ് ജൂൺ ടു സെപ്റ്റംബർ. അതിനുശേഷം ഒക്ടോബർ നവംബറിലൊക്കെ നമുക്ക് ചെറിയ തലത്തിൽ മഴ പെയ്യാറുണ്ടല്ലേ, അതിനെ നമ്മൾ പോസ്റ്റ് മൺസൂൺ സീസൺ എന്നാണ് വിളിക്കാറ്. പിന്നെ ഡിസംബർ ടു ഫെബ്രുവരി നമ്മുടെ വിന്റർ സീസണാണ്, മാർച്ച് ടു മെയ് നമ്മുടെ സമ്മർ സീസണാണ്. ഈ 2 സമയത്തും വിന്റർ ആൻഡ് സമ്മറിൽ നമുക്ക് അധികം മഴ ലഭിക്കാറില്ല. മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ സീസണിലാണ് നമുക്ക് ഒട്ടുമിക്കവാറും മഴ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് മേജർ ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ദ റൈസ് ഇൻ ടെമ്പറേച്ചർ, ഒരു കൺവെക്റ്റീവ് സെൽ ഫോം ചെയ്യുകയും ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് കൊണ്ട് കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ഏരിയൽ എക്സ്റ്റെൻഡിലേ ഇതുണ്ടാവാറുള്ളൂ, സാധാരണ 10 കിലോമീറ്ററിൻ്റെ അതിൽ കുറവോ ആയിരിക്കും ഏരിയൽ എക്സ്റ്റെൻഡ്. പിന്നെ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ. ഓറോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് മൗണ്ടെയിൻ ഓർ ഹില്ലിനെയാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്വാർഡ് സൈഡായ കേരള, കർണാടക, മഹാരാഷ്ട്രയിലൊക്കെ വെസ്റ്റേൺ ഗാട്സിൻ്റെ വിൻഡ്വാർഡ് സൈഡായ ഇവിടെയെല്ലാം ഒരു ഹെവി എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഉണ്ടാവാൻ ഓറോഗ്രാഫിക് മെക്കാനിസം വഴിയാണ് സാധിക്കുന്നത്.
പിന്നെ ഫ്രണ്ടൽ precipitation. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ റീജിയൻ വേർ വാം എയർ ആൻഡ് കോൾഡ് എയർ മീറ്റ്സ് അപ്പ്. ഈ ഫ്രണ്ടൽ മെക്കാനിസം വഴിയാണ് സൈക്ലോണിക് precipitation ഉണ്ടാവുന്നത്. അപ്പോൾ സൈക്ലോണിക് precipitation പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു ലോ പ്രഷർ റീജിയനെ ഒരു ഹൈ പ്രഷർ റീജിയനിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഒരു ലാർജ് ഏരിയൽ മാസ് റൊട്ടേറ്റ്സ് അറൗണ്ട് എ ലോ പ്രഷർ റീജിയൻ. അതാണ് സൈക്ലോൺ. അപ്പോൾ ആന്റി സൈക്ലോൺ എന്തായിരിക്കും? അതിൻ്റെ സെൻട്രൽ റീജിയൻ ആയിരിക്കും ഹൈ പ്രഷർ ഏരിയ. ലോ പ്രഷർ ഏരിയ സറൗണ്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് വിൻഡ് ബ്ലോ ചെയ്യുക. അതും ലാർജ് ഏരിയൽ എക്സ്റ്റെൻറ്റ് തന്നെയായിരിക്കും. ഹെവി റെയിൻഫാൾ തന്നെയാണ് ഉണ്ടാക്കുക. ഇത് ആന്റി സൈക്ലോൺ. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആന്റി സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേജർ ടൈപ്സ് ഓഫ് precipitation. Thank you. Please subscribe our channel.